നമ്മുടെ ഡേ 2 ഓഫ് ചലഞ്ചായിരുന്നു. ഇന്നലെ ഡേ 1 കുഴപ്പമില്ലാതെ പോയി. ഇന്നലെ വാട്ടർ ഡയറ്റ് ആയിരുന്നെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പക്ഷെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ല വിശന്നിരുന്ന്. പക്ഷെ കുഴപ്പമില്ല, ഇന്നലെ വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കോഫിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മുടെ ഡേ 2 ഓഫ് ചലഞ്ചിൽ നമ്മൾ ഡയറ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഹെൽത്തി രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ 2-ാം തീയതിയാണ് ഡിസംബർ ആയതറിഞ്ഞത്. കാരണം ഇന്നലെ നല്ല വെയിൽ, ഒരുമാതിരി ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയായിട്ട് പെട്ടെന്ന് ഇന്ന് രാവിലത്തേക്ക് അത് മൊത്തം സ്വിച്ച് ആയിട്ടുണ്ട്. രാവിലെ എണീക്കുമ്പോഴാണെങ്കിൽ നല്ല തണുപ്പ്, മഴയൊക്കെ ചോർന്ന് പെയ്ത ഒരു കാലാവസ്ഥ, നല്ല തണുപ്പൊക്കെ. അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനൊക്കെ നല്ല മടിയായിരുന്നു. സോ നമ്മൾ ഒട്ടും ലേറ്റ് ആക്കണില്ല, നമുക്ക് ജിമ്മിന് പോകാൻ റെഡി ആവണം. ഇന്ന് ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണം. അതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ചിയാ സീഡ് വാട്ടർ എടുക്കണം. അങ്ങനെ സോ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി ഞാൻ കുടിക്കണത് ചിയാ സീഡ് വാട്ടറാണ്. പറഞ്ഞു ഞാൻ ഇതെല്ലാം ലെമൺ യൂസ് ചെയ്യായിരുന്നു, പക്ഷേ ഇന്ന് ലെമൺ ഇല്ല, തീർന്നു. ചിയാ സീഡിൽ ഹൈ ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് വെയിറ്റ് ലോസിനും BP ലോവർ ചെയ്യാനും ബോഡിയിൽ ഇൻഫ്ലമേഷൻ ലോവർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊരു എക്സസ് ക്വാണ്ടിറ്റിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബോഡിക്ക് ഡേഞ്ചർ ആണ്. ആണെങ്കിൽ പുറത്തിപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സൺസ്ക്രീന് വേണ്ടെന്ന് വിചാരിക്കണം. ഒരു തുള്ളി ഇടാം സമാധാനത്തിന്. നല്ല മഴ പിടിച്ച ക്ലൈമറ്റ്, കിടന്നുറങ്ങാൻ തോന്നുന്ന ക്ലൈമറ്റ്. നമ്മുടെ ബോഡീനെ ട്രാൻസ്ഫോം ചെയ്യാൻ ജേർണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നും കൂടെ ട്രാൻസ്ഫോം ആക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടീസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ മോർണിംഗ് നയാസിനമൈഡ് സെറം, സൺസ്ക്രീൻ, പിന്നെ ഒരു ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം കൂടെ ഇടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലൊക്കെ നമ്മളിങ്ങനെ നല്ല വെളിച്ചത്തിൽ സൂര്യൻ്റെ കയറുന്ന ഇങ്ങനെ ഭയങ്കര മഞ്ഞ ക്ലൈമറ്റിലാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ലൈറ്റ് കിട്ടുന്നില്ല. ഇന്ന് ജിമ്മിന് പോകുമ്പോൾ ഞാൻ വെയർ ചെയ്യുന്ന ഔട്ട്ഫിറ്റ് ഒരു പർപ്പിൾ കളർ ക്രോപ്പ് ടീഷർട്ടും ഒരു ബ്ലാക്ക് കളർ ട്രൗസേഴ്സും കൂടിയാണ്. പിന്നെ മാൻഡേറ്ററി ആയിട്ട് എപ്പോഴും സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യുന്നുണ്ട്, ഹെവി ചെസ്റ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ എൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് യൂഷ്വലായിട്ട് ഹൈ പോണി കെട്ടിയിട്ട് ക്ലച്ച് ക്ലിപ്പ് വെച്ചിട്ട് ടൈ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഇന്നത്തെ എൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കുറച്ച് പുട്ട് എടുത്തിട്ടുണ്ട്, 3 സ്ലൈസ് ഓഫ് ആപ്പിൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പഴവും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഡെയിലി നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ എഗ് വൈറ്റ് കഴിക്കാൻ നോക്കണം. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ വ്രതം ആയതുകൊണ്ട് തന്നെ എനിക്ക് എഗ് വൈറ്റ് ഇപ്പോൾ എടുക്കാൻ പറ്റാറില്ല മോർണിംഗ്. പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ അത്യാവശ്യം നല്ല മഴ പെയ്ത് ഒരു തണുത്തൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. റോഡൊക്കെ അത്യാവശ്യം നനഞ്ഞ്, ചെടിയൊക്കെ നനഞ്ഞ്, എന്നാൽ ഇപ്പോൾ വലിയ മഴയില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ ജിമ്മിന് പോകണം. ഇന്ന് പുറത്ത് നല്ല മഴയായതുകൊണ്ട് കുടയൊക്കെ എടുത്തിട്ട് പോകണം. ഇനി നമ്മൾ എന്നും കുട എടുക്കേണ്ടി വരും, കാരണം എന്നും മഴയായിരിക്കുമല്ലോ. ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, അതിലൊരു ബാഗ് ഭയങ്കര സ്റ്റക്കായി എന്ന് പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ. അതെൻ്റെ മനസ്സിൽ നിന്നാണെങ്കിൽ പോണുമില്ല, ഭയങ്കര ഇതായിട്ടിരിക്കും. അത് മേടിക്കാറുന്നു. മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ആ ബാഗിന് എത്ര റേറ്റ്, ഇനി അവിടെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് ഒരിത്, പക്ഷെ ഇന്നലെ മേടിക്കാറുന്നു. ഒത്തിരി സമയം ബസ് കാത്തുനിന്നിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഓട്ടോന് പോയി. ജിമ്മിലെത്തിയിട്ട് ഞാൻ ആദ്യം തന്നെ വാമപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും വാമപ്പ് ചെയ്യാതെ നിങ്ങളുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കാരണം നിങ്ങളുടെ മസിൽസിനും ബോൺസിനും അത്യാവശ്യം വാമപ്പ് വേണം. മാത്രമല്ല നമ്മുടെ ജോയിൻസ് ഒക്കെ ലൂസണപ്പ് ചെയ്യാൻ വാമപ്പ് എക്സസൈസ് നല്ല ഹെൽപ്ഫുൾ ആണ്. നമ്മൾ വർക്കൗട്ടിന് മുന്നേ വാമപ്പ് ചെയ്യണ സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ ഇൻക്രീസ് ചെയ്യിപ്പിച്ചിട്ട് നമ്മുടെ വർക്കൗട്ടിന് മുന്നേ നമ്മുടെ ബ്രെയിനിനെ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് ഈ വാമപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഹോൾ ബോഡി വാമാക്കി വെക്കുന്നതിലൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രെയിനർ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ദിവസവും 100 ജമ്പിങ് ജാക്സ് ചെയ്യിപ്പിക്കാറുണ്ട്. ഞങ്ങൾ ഒരു 30, 30, 40 എന്ന 3 സെറ്റായിട്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ വർക്കൗട്ട് മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനും കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ 10 തവണ ജമ്പിങ് ജാക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തത് വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാന്ന് ഓർത്ത്. ഇന്നങ്ങനെ കാര്യമായിട്ട് ആളൊന്നുമില്ല, പക്ഷേ അതുകൊണ്ട് ഇന്ന് ഞാൻ
ചെസ്റ്റ് ചെയ്യാമെന്ന് ഓർത്ത്. സോ നമുക്ക് ചെസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് നമുക്ക് ചെസ്റ്റും ട്രൈസെപ്സും നോക്കാം. ഞാൻ ഇന്ന് ഫസ്റ്റ് ചെയ്യാൻ പോണ വർക്കൗട്ട് പെഗ് ഡെക്ക് ഫ്ലൈ ആണ്. സോ അതിൻ്റെ വെയിറ്റ് ഞാൻ ഇന്നിടണത് 20 kg ആണ്, അതായത് 44 lbs. ഈ വർക്കൗട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 20 കൗണ്ട് 3 സെറ്റ് ആയിട്ടാണ്. ഈ വർക്കൗട്ട് മേജറായിട്ട് ചെയ്യുന്നത് ചെസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മസിലിനെ ഗ്രോ ചെയ്യാനും ഷോൾഡറും ചെസ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ട് വെക്കാനും ഈ വർക്കൗട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് എൻ്റെ ചെസ്റ്റിലെ ഫാറ്റൊക്കെ ബേൺ ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ചെയ്യണ വർക്കൗട്ട് ഡിക്ലൈൻഡ് ബെഞ്ച് പ്രസ് ആണ്. ബാറിൽ ഞാൻ വെയിറ്റ് ഒന്നും ഇടണില്ല, പ്ലെയിൻ ബാറാണ് വെയിറ്റ് എടുക്കണേ. ഡിക്ലൈൻഡ് വേർഷൻ സ്പെഷ്യലി നമ്മുടെ ലോവർ പെക്ടോറിയൽ മസിലിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഞാനൊരു 12 കൗണ്ട് വെച്ചിട്ട് 3 സെറ്റാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ചെയ്യുന്നത് ഡിസ്ക് പുൾ ഓവർ ആണ്. സോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 5 kgയുടെ ഡിസ്ക് ആണ്. 5 kg ചെയ്യാൻ ഓക്കെ ആണ്. 7.5ൻ്റെ ഡിസ്ക് ഇല്ല. 10 kg ചെയ്യാൻ എനിക്ക് ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ പാർട്ട്ണറും ട്രെയിനറും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് 5 kg തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്തു. ചെസ്റ്റിൻ്റെ വർക്കൗട്ട് വന്നിട്ട് ഇൻക്ലൈൻഡ് ചെസ്റ്റ് ഫ്ലൈ ആണ്. സോ ഞാൻ എടുക്കണ വെയിറ്റ് 5 in 1 ഹാൻഡ് ആണ്. അപ്പർ ബോഡി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചെസ്റ്റ് ഫ്ലൈ ചെയ്യണത്. മാത്രമല്ല ഇത് നമ്മുടെ ചെസ്റ്റിൻ്റെ കൂടെ തന്നെ ഷോൾഡറിനെയും ആമിനെയും കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും വർക്കൗട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ജിമ്മ് മൊത്തം എംപ്റ്റി ആയിട്ടുണ്ട്. സോ നമുക്ക് ഓടി നടന്ന് വർക്കൗട്ട് ചെയ്യാം. ഞാൻ ചെസ്റ്റിൻ്റെ 5 വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ചെസ്റ്റ് ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ട്രൈസെപ്സും കൂടെ ചെയ്യാം. ട്രൈസെപ്സിൻ്റെ ഒരു 4 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ വെയിറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തെ എൻ്റെ ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് വരുന്നത് ഡബിൾ ആം ഓവർ ഹെഡ് എക്സ്റ്റൻഷൻ ആണ്. ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത വെയിറ്റ് 5 kgയുടെ ഡംബലാണ് എടുത്തേക്കുന്നത്. ഈ വർക്കൗട്ട് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ട്രൈസെപ്പ് മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്നാണെങ്കിൽ ഞാൻ ചെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ വെയിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രൈസെപ്സിനൊക്കെ ഞാൻ 5 കിലോയിൽ തുടങ്ങിയിരിക്കുന്നത്. പയ്യെ നമുക്ക് കൂട്ടി വരാം. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന വർക്കൗട്ട് ഡംബൽ ട്രൈസെപ്പ് കിക്ക് ബാക്ക് ആണ്. ഞാൻ 5 kgയുടെ ഡംബൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. വർക്കൗട്ട് നമ്മുടെ ഗ്ലൂട്ട് മസിൽ വർക്ക് ചെയ്യാൻ നല്ല ഹെൽപ്ഫുൾ ആണ്. ട്രൈസെപ്സിൻ്റെ വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത് വി ബാർ പുൾ ഡൗൺ ആണ്. അതിന് ഞാൻ ഒരു 20 kg ആണ് വെയിറ്റ് ഇട്ടേക്കുന്നത്. ഈ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ക്രൂഷ്യൽ മസിൽസിൻ്റെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വർക്കൗട്ട് വന്നിട്ട് ഓവർ ഹെഡ് കേബിൾ ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ആണ്. ട്രൈസെപ്പ് വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത് ഇസ് ബാർ സ്കൾ ക്രഷേഴ്സ് ആണ്. ഞാൻ പ്ലെയിൻ ബാറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എനിക്കത് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനൊരു 3 കൗണ്ട് ചെയ്തിട്ടുള്ളൂ. സോ നമ്മുടെ ട്രൈസെപ്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ വെയിറ്റ് ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആപ്സിൻ്റെ കുറച്ച് വർക്കൗട്ട് ചെയ്യാം. ബിക്കോസ് എനിക്ക് ആപ്സ് നന്നായിട്ടുണ്ട്. സോ ആപ്സിൻ്റെ കുറച്ച് ചെയ്യാം. ഫസ്റ്റ് ആപ്സ് വർക്കൗട്ട് ചെയ്യുന്നത് ഡിക്ലൈൻ ക്രഞ്ചസ് വിത്ത് 2.5 ഡിസ്ക് ആണ്. ഞാൻ 20 കൗണ്ടിൽ 3 സെറ്റാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ആപ്സ്
വർക്കൗട്ട് ഞാൻ ചെയ്തേക്കുന്നത് ഡിസ്ക് റോൾ ഓവർ ആണ്. അത് 2.5ന്റെ ഡിസ്കാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ വർക്കൗട്ടിലൊരു ബിഗിനറാണ്. സോ ഞാൻ ഇന്ന് ചെയ്ത എന്തെങ്കിലും വർക്കൗട്ടിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാവുന്നതാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും പറഞ്ഞു തരണം കേട്ടോ. നമ്മുടെ വർക്കൗട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഒരു റോഡൊക്കെ നല്ല മഴ പെയ്ത് തോർന്ന ഒരു ക്ലൈമറ്റ് ആണ്. വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. സോ ഇന്നത്തെ എൻ്റെ ഫുഡ് വന്നിട്ട് 200 ഗ്രാം വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്, കൂടെ തോരനുണ്ട്, കുക്കുംബർ സാലഡ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, കുറച്ച് മോരും കൂടെ എടുത്തിട്ടുണ്ട്. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ നല്ല മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് എടുത്ത് പുറത്ത് വന്ന് നിലത്തിരുന്ന് അച്ചമ്മയോട് സംസാരിച്ച ഭക്ഷണം കഴിക്കണേ. ഈ തവണയാണെങ്കിൽ അച്ചമ്മയാണ് ഫുഡ് വെച്ചേക്കണേ. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ബിസി ആയിപ്പോയി. അപ്പോൾ ഇന്നത്തെ രാത്രി ഡിന്നർ വന്നിട്ട് ചപ്പാത്തിയും ഇഷ്ടുക്കറിയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രീൻ ടീ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തിനാൾ മുന്നേ വരെ ഗ്രീൻ ടീയുടെ ബാഗായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ലീവ്സിലേക്ക് സ്വിച്ച് ചെയ്ത്, കാരണം അതാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ്. നമ്മുടെ ഇന്നത്തെ ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആൻഡ് വെരി ഹാപ്പി. അപ്പം നാളെ ചലഞ്ചുമായിട്ട് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.